السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് തക്വീർ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് പൂർത്തിയാക്കാം. അതിൻ്റെ ആദ്യം മുതൽ തുടങ്ങിയിട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സൂറത്തു തക്വീർ 81-ാമത്തെ അധ്യായമാണ്. ഇത് ഷംസ് കുവ്വിറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത്. 81-ാമത്തെ അധ്യായം. 29 വചനങ്ങളാണ് ആ സൂറയിലുള്ളത്. 29 ആയത്തുകളാണ്. 425 അക്ഷരങ്ങളാണ് ആയത്തിലുള്ളത്. ഹർഫുകൾ അക്ഷരങ്ങൾ നമ്മൾ എന്തിനാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഖുർആനിലെ ഒരക്ഷരം വായിച്ചാലും പഠിച്ചാലും ഒക്കെ അതിന് പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് അക്ഷരം. ഒരുപക്ഷെ അക്ഷരം എണ്ണുന്ന ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ വേറെ ഉണ്ടാവില്ല. അക്ഷരങ്ങൾ എണ്ണുന്ന ഒരു ഗ്രന്ഥം അതാണ്. അതുപോലെ 104 വാക്കുകളാണ് അതിലുള്ളത്. ഈ 104 വാക്കുകളിൽ ഞാൻ ആ വാക്കുകൾ എന്തിനാണ് പറയണതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ പഠിച്ചാൽ ആ സൂറ നമുക്കെന്താവും മനസ്സിലാവും. പക്ഷേ 104 വാക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതില്ല. അതിൽ 27 വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ്. 7 വാക്കുകൾ ആവർത്തിച്ച് 27 തവണ വന്നിട്ടുണ്ട്. 7 വാക്കുകൾ ആവർത്തിച്ച് 27 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 104-ൽ നിന്ന് 27 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വാക്കുകളെ പഠിക്കേണ്ടുള്ളൂ. 77. ആ 77-ൽ തന്നെ കുറേ വാക്കുകൾ കഴിഞ്ഞ സൂറയിൽ വന്നതും നിങ്ങൾക്കറിയുന്നതുമായിരിക്കും. വളരെ കുറച്ച് വാക്കേ ഈ സൂറത്തു തക്വീറിൽ പുതിയതായിട്ട് പഠിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? 30-ാമത്തെ ജുസിലാണല്ലോ സൂറത്തു തക്വീർ ഉള്ളത്. അമ്മ ജുസിൽ എല്ലാവർക്കും അറിയാലോ. നമ്മളെ മുസാഹിഫ് കയ്യിലുണ്ടെങ്കിൽ മുസാഹിഫിലെ 586-ാമത്തെ പേജിലാണ് ഈ സൂറയുള്ളത്. നിങ്ങളുടെ ടെലിഫോണിലുള്ള മുസാഹിഫിലൊക്കെ അങ്ങനെ തന്നെയാണ്. 586-ാമത്തെ പേജ്. മക്കിയയാണ് ഈ സൂറത്ത്. സൂറത്തു ഖുവ്വിറത്ത് അല്ലെങ്കിൽ തക്വീർ എന്ന് പറയുന്നത് സൂറത്ത് മക്കിയയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കാണാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഈ സൂറത്ത് വായിച്ചു കൊള്ളട്ടെ. ഈ സൂറത്ത് വായിച്ചാൽ അത് ഖിയാമത്തിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കാണലാണ്. കാരണം അത്രയും കൃത്യമായി ഈ ഖിയാമത്തിനെ ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ്ശംസു കുവ്വിറത്ത്. ഇദശ്ശംസു കുവ്വിറത്ത്. ഷംസ് എല്ലാവർക്കും അറിയാലോ. ആണൊക്കെ ഞാൻ പറഞ്ഞ ഇതിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട കുറച്ച് വാക്കുകളേ ഉള്ളൂ. കുവ്വിറത്ത്, കവ്വറയിൽ നിന്നാണ് കുവ്വിറ വന്നത്. കവ്വറ, കൂറ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. പന്തിന് കൂറ പറയും. ഉരുണ്ട സാധനങ്ങളൊക്കെ എന്താണ്? കൂറയാണ്. മനസ്സിലായില്ലേ? അതിൽ നിന്നാണ് കുവ്വിറ വന്നത്. കവ്വറ, കുവ്വിറ എന്ന് പറഞ്ഞാൽ ഉരുട്ടി, ചുരുട്ടി എന്നൊക്കെയാണ്. ഇദശ്ശംസു കുവ്വിറത്ത്. സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, കവ്വറ ചുരുട്ടപ്പെടുക. ഇദശ്ശംസു കുവ്വിറത്ത്. സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ. മനസ്സിലായില്ലേ? കവ്വറ യുകവ്വിറു. ഈ കവ്വറ എന്നുള്ള വാക്ക് സാധാരണ ഒരു ചുരുട്ടലോ അല്ലെങ്കിൽ സാധാരണ ഒരു ഉരുട്ടലോ അല്ല
കവ്വറ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായ ഒരവസ്ഥയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ചുരുട്ടി 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 ഇല്ലാതാകുന്ന അവസ്ഥക്കാണ് എന്ത് പറയുക, കവ്വറ എന്ന് പറയുക. ചുരുട്ടി 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 ഇല്ലാതാകും. അതിന് സാധാരണ നമ്മുടെ ഈ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം, ഈ ചൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല. ഓലകൾ വെച്ച് വെളിച്ചത്തിന് വേണ്ടി കത്തിച്ച് കൊണ്ട് നടക്കുന്ന സാധനമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് കത്തിച്ചിങ്ങനെ വീശിയിട്ടാണ് പോവുക പണ്ടുള്ള ആൾക്കാർ. നമുക്ക് കഴിയില്ല, നമുക്കത് മേൽക്ക് തീ വരുമെന്നുള്ള ഭയമൊന്നും ഉണ്ടാവും, അവർക്കൊന്നും ഉണ്ടാവും. അതിങ്ങനെ വീശി പോകുമ്പോൾ അതിൻ്റെ അറ്റങ്ങനെ കത്തി താഴേക്ക് വീഴും. എന്നിട്ട് അവസാനം അതെന്താവും, ഇല്ലാതാവും. നമ്മളിപ്പം അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് അതൊരു ഐഡിയ അവർക്കുണ്ടാവും, അത് തീരും, ഇല്ലാതാവും. അങ്ങനെ ചുരുണ്ട് 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 കത്തി കത്തി കത്തിയാണ് തീരുകയാണ്. ഇതാണ് സത്യത്തിൽ സൂര്യനും സംഭവിക്കുന്നത്. എന്താണോ ഈ ചൂട്ടിന് സംഭവിക്കുന്നത് അതാണ് സൂര്യന് സംഭവിക്കുന്നത്. സൂര്യനെക്കുറിച്ച് നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞാൽ 2 വാതകങ്ങളാണ്, ഹൈഡ്രജനും ഹീലിയവും കൂടിയതാണ് സൂര്യൻ. ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇത് രണ്ടും കൂടിയാൽ എന്താവും, കത്തും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കത്തുകയാണ്. അള്ളാഹ് പറയുന്നത് അത് കത്തി ഒരിക്കൽ എന്താവും, ചുരുണ്ട് 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 നശിക്കും. അതാണ് ഇദ ശംസു കുബിറത്ത് എന്ന് പറയുന്നത്. മഹാ അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യൻ ഭയങ്കരമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ എന്ത് കിട്ടുക, ലൈറ്റ് കിട്ടുന്നതും എനർജി കിട്ടുന്നതും. 2 സാധനം തീർന്ന് വരുന്നുണ്ട്. ഒന്ന് ലൈറ്റ് ഉണ്ട്, രണ്ടാമത്തത് എനർജി ഉണ്ടല്ലോ, സോളാർ എനർജി എന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കിട്ടുള്ളൂ. സൂര്യൻ കത്തുന്നില്ലെങ്കിൽ സോളാർ വർക്ക് ചെയ്യില്ലല്ലോ, വെളിച്ചം ഉണ്ടാവില്ലല്ലോ. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹ് പറയണത് ഈ കത്തലൊരു ദിവസം എന്താവും, അവസാനിക്കും, നിൽക്കും. അത് ഈ ഖിയാമത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ സൂര്യൻ, ആ സൂര്യൻ്റെ പവർ അല്ലെങ്കിൽ ആ സൂര്യൻ്റെ എനർജി ഒരു ദിവസം നഷ്ടപ്പെടുമെന്നർത്ഥം. ഒരു ദിവസം അതിൻ്റെ എനർജി നഷ്ടപ്പെടും. അതാണ് ഈ പറഞ്ഞത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് തുടങ്ങുക, ഖിയാമത്ത് നാൾ തുടങ്ങുക എന്ന് പറയുന്നത്. അത് ഈ സൂര്യനെക്കുറിച്ച് മാത്രമല്ല, ഇനി അടുത്തത് നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എന്തായിരുന്നാലും അതിങ്ങനെ കത്തി 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 അതിൻ്റെ പ്രകാശവും അതിൻ്റെ എനർജിയും 2 സാധനമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഒന്ന് അതിൻ്റെ പ്രകാശമാണ്, രണ്ടാമത്തേത് അതിൻ്റെ എനർജി. ഇത് രണ്ടും നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഒന്നും എന്തല്ല അവിടെ നിലനിൽക്കൂല, എല്ലാം എന്താവും, നശിക്കും എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഇദൻ നുജൂമുൻ ഖദറത്, വഇദൻ നുജൂമുൻ ഖദറത്. നുജൂം എന്ന് പറഞ്ഞാൽ നജ്മിൻ്റെ ബഹുവചനമാണ്. നജ്മ് എല്ലാവർക്കും അറിയാലോ, നക്ഷത്രം. നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. ഇൻ ഖദറത്ത്, ഖദറ, അതിനാണ് ഇൻ ഖദറ വന്നത്. ഖദറ ഫഅല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എന്താ, ചെയ്തു എന്ന്. ഇൻ ഫഅല എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യലാണ്. അതുകൊണ്ട് ആക്ഷൻ എന്നുള്ളതിന് ഇൻഫിആൽ പറയും. ഇൻഫിആൽ, ആക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ. ഈ ആക്ഷൻ, ഈ റിയാക്ഷൻ ഒന്നും ഒരാളും ചെയ്യണമല്ല, ഉണ്ടാല. അതാണ് അലിഫും നൂനും ചേർന്നാലുള്ള പ്രത്യേകത. ഒരു ഫിഅലിൻ്റെ കൂടെ, ഒരു വെർബിൻ്റെ കൂടെ അലിഫും നൂനും ചേർന്നാൽ അങ്ങനെയാണ്. അപ്പോൾ ഖദറിൻ്റെ കൂടെ എന്ത് വന്നു, അലിഫും നൂനും വന്നു. അപ്പോൾ എന്തായി, ഇൻ ഖദറയായി. വഇദൻ നുജൂമു ഇൻ ഖദർ. ഖദറ എന്ന് പറഞ്ഞാൽ വീണു എന്നാണ്. അപ്പോൾ ഇൻ ഖദറ എന്ന് പറഞ്ഞാൽ സ്വയം എന്ത് ചെയ്യുക, വീഴുക. ആരും വീഴ്ത്തണമെന്നല്ല, അലൈക്കും അസ്സലാം, സ്വയം എന്ത് ചെയ്യാണ്, വീഴണം. അതാണ് വഇദൻ നുജൂമുൻ ഖദർ. വഇദൻ നുജൂമുൻ
ഖദറ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. രണ്ടാമത്തെ സാധനം നമ്മൾ രണ്ടാമതായി ഈ ഖിയാമത്തിൽ കാണുന്ന ഒരു സംഗതി അതാണ്. നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? ഉതിർന്നു വീഴും. എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞ് കാണുന്ന ആ സാധനം മാത്രമല്ല. എല്ലാ ഗ്രഹങ്ങളും എന്താണ്? നുജൂമുകളാണ്. എല്ലാ ഗ്രഹങ്ങളും. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും, നക്ഷത്രങ്ങളടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും എന്തു ചെയ്യും? അതിപ്പോൾ ഇങ്ങനെ അതിനായി അള്ളാഹു നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ നക്ഷത്രങ്ങളും. അതൊക്കെ ആ ഭ്രമണപഥം തെറ്റി, സഞ്ചാരപഥം തെറ്റി, റൂട്ട് തെറ്റി താഴേക്ക് പോകും. ഭയങ്കര രംഗമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യനില്ലാത്ത ഒരു ദിവസം, സൂര്യൻ്റെ വെളിച്ചമോ എനർജിയോ ഇല്ലാത്ത ഒരു ദിവസം, നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ തലയിലൂടെ വീഴുന്ന ഒരു ദിവസം, അതൊരു വല്ലാത്ത സംഗതിയാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുക അല്ലെങ്കിൽ സൂര്യൻ കത്തിത്തീരുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ആയുസ് അവസാനിക്കുകയാണ്. ഈ സാധനത്തിന് അള്ളാഹു നിശ്ചയിച്ച ആയുസ് അവസാനിക്കുകയാണ്. അതാണ് സ്റ്റെല്ലാർ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് സയൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റെല്ലാർ ഡെത്ത് എന്ന് പറയും നക്ഷത്ര മരണം എന്ന്. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്? മരിക്കുകയാണ്. അതാണ് സ്റ്റെല്ലാർ ഡെത്ത് എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ സത്യത്തിൽ നമുക്ക് ഈ സൂര്യനായാലും നക്ഷത്രമായാലും ഒക്കെ നമുക്ക് കാണുന്നത് മനോഹരമായൊരു ചിത്രമാണല്ലോ. വളരെ മനോഹരമായ ഒരു സാധനമാണല്ലോ, അല്ലേ? അത് ഇനി നശിച്ച് താഴെ വീഴുമ്പോൾ അതൊരു തരം ബ്ലാക്ക് ഹോളായിരിക്കും. ബ്ലാക്ക് ഹോൾ. ആ അവസ്ഥയാണെന്ത്? വഇദൻ നുജൂമുൻ ഖദറത്ത് എന്ന് പറയുന്നത്. വഇദൻ നുജൂമുൻ ഖദറത്ത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിലുള്ള ജീവൻ്റെ പ്രധാന സോഴ്സുകളിൽ രണ്ടെണ്ണമാണ് സൂര്യനും ഗ്രഹങ്ങളും. സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവില്ല. മനുഷ്യനെ മാത്രമല്ല ഈ പറയുന്നത്, എല്ലാറ്റിൻ്റെയും. സസ്യങ്ങൾ വരെ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ചെടിയും കൃഷിയൊന്നും ഈ തണലിലുണ്ടാവില്ലല്ലോ. തണലുണ്ടാവില്ല തീരെ. ഇനി നമ്മൾ പറയും, കൃഷിക്കാർ പറയും കാനൽ എന്ന് പറയും. കാനലുണ്ടാവില്ല. എന്താ കാര്യം? സൂര്യൻ്റെ പ്രകാശം അതിന് കിട്ടുന്നില്ല. അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ വെച്ചാൽ ഇതൊക്കെ അവസാനിക്കുകയാണ്. മനുഷ്യ ജീവിതം തന്നെ അവസാനിക്കുകയാണ്. ഭൂമിയിലെ ജീവിതത്തിൻ്റെ പ്രധാന സോഴ്സുകളായിരുന്നു ഇത് രണ്ടും. ഇത് അവസാനിക്കുകയാണ്. വഇദൻ നുജൂമുൻ ഖദറത്ത്. നക്ഷത്രങ്ങളെക്കുറിച്ച് സയൻസ് പറയുന്നത് ഈ ഇൻഖദറത്ത് വിശദീകരിക്കുന്നുണ്ട്. സൂപ്പർ നോവ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് വരാൻ പോകുന്നുണ്ട്. സൂപ്പർ നോവ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് താഴേക്ക് വീഴും. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. മില്യൺസ് ഓഫ് നക്ഷത്രങ്ങളാണ്, മില്യൺസ്. അത് പൊട്ടിത്തെറിച്ച് കറുത്ത ബ്ലാക്ക് ഹോളുകളായി, കറുത്ത കുറേ സാധനങ്ങളായി താഴേക്ക് വീഴുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കരമാണ്. പിന്നെ അത് പറയുന്നത് അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഭയങ്കര തീഗോളമായിരിക്കും. അങ്ങനെ തീഗോളമായാണ് അത് താഴേക്ക് വീഴുക. ചുരുക്കത്തിൽ എന്താ വെച്ചാൽ, നമുക്ക് അത് വളരെ കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാധനങ്ങളുടെ പോലും വ്യവസ്ഥ എന്തായിപ്പോവും? തെറ്റിപ്പോവും. അതാണ് ഖിയാമത്ത് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതാണ് ഖിയാമത്ത് എന്ന് പറഞ്ഞത്. അതാണ് വഇദൻ നുജൂമുൻ ഖദറത്ത് എന്ന് പറഞ്ഞത്. 2. മൂന്നാമത്തെ സാധനം പറയുന്നത് വഇദൽ ജിബാലു സുയ്യിറത്ത്.
ജിബാൽ എല്ലാവർക്കും അറിയാലോ, ജബൽ, ജിബാൽ പർവ്വതങ്ങളാണ്. ഇദൽ ജിബാലു സുയ്യിറത്, സാറ എന്നതിൽ നിന്നാണ് സയ്യറ സുയ്യിറ വന്നത്. സാറ യസീറു, സീറു ഫിൽ അർദ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന്, സഞ്ചരിച്ചു, നീങ്ങി എന്നൊക്കെയാണ്. സാറ യസീറു, സൈർ എന്ന് പറഞ്ഞാൽ അതാണ് ഓട്ടം, നടത്തം, സഞ്ചാരം എന്നൊക്കെയാണ്. സയ്യറ അതിൽ നിന്ന് വന്നതാണ്. സുയ്യിറ സഞ്ചരിപ്പിക്കപ്പെടുക. സാറ പറഞ്ഞാൽ സഞ്ചരിച്ചു. ഒരാൾ സ്വയം സഞ്ചരിക്കുന്നതിനാണ് എന്ത് പറയുക? സാറ പറയാം. ഒരാളെ പിടിച്ച് സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ അത് സയ്യറയാണ്. ഫഅല, ഫഅല എന്ന് പറഞ്ഞൊരു ഒരു വേർബുണ്ട്, ഫഅല. സാറ എന്നാണ് എൻ്റെ ഒറിജിനൽ. സാറ എന്ന് പറഞ്ഞാൽ സയറ എന്നാണ്. അതിന് ആ നടുവിലുള്ള ഫെയിലിന്, ഹർഫിന്, ഐനുൽ ഫെയിൽ എന്നാ പറയുക, അതിന് ശക്തി വന്നാൽ പിന്നെ സഞ്ചരിപ്പിക്കലാണ്. മനസ്സിലായില്ലേ? ഫഅല, ഫഅല. അതുപോലെയാണ് സയറ, സയ്യറ, സുയ്യിറ സഞ്ചരിപ്പിക്കപ്പെടുക. സയ്യാറയിൽ നിന്നാണ്. സയ്യാറ വാഹനത്തിന്, കാറിനൊക്കെ സയ്യാറ എന്ന് വന്നതാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ ഈ പർവ്വതങ്ങൾ, നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ എന്താ? നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ എല്ലാവർക്കും അറിയാം. ഖുർആൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. ഭൂമിയുടെ ബാലൻസിങ് സിസ്റ്റം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിക്കുണ്ടാക്കിയ ആണികളാണ് എന്ത്? പർവ്വതങ്ങൾ. ഇത് ഖുർആൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് പർവ്വതങ്ങൾ നമ്മൾ പൊട്ടിച്ചു കളയുമ്പോൾ ഭൂമിയുടെ ഈ ബാലൻസിങ്, സന്തുലിതത്വം തെറ്റിപ്പോകുന്നത്. മനസ്സിലായില്ലേ? ആ സാധനം ഭയങ്കര ഡീപ്പാണത്, അടീക്ക് ഭയങ്കര അടീക്കുണ്ട്. ആ സാധനം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ്. എന്നിട്ടത് സഞ്ചരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്താണ്? നീക്കപ്പെടുകയാണ്. ആ സ്ഥാനം വിട്ട് അത് തട്ടിത്തകർന്ന് തരിപ്പണമാണ്. സൂറത്തുൽ ഖാരിയ നമ്മൾ വായിച്ചിട്ടുണ്ട്. തരിപ്പണമായി പോകും. അതൊരു വല്ലാത്ത രംഗമായിരിക്കും. ഭൂമിയിലുള്ള മറ്റൊരു സംവിധാനമാണല്ലോ ഈ പർവ്വതം എന്ന് പറയുന്നത്. ആ പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പർവ്വതങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇതെന്താ എന്താ സംഗതി വെച്ചാൽ, ഈ ഭൂമിയുടെ ഉപരിതലമുണ്ട്, മുകൾ ഭാഗം. ഭൂമിയുടെ മുകൾ ഭാഗത്തിൻ്റെ പ്രത്യേകത അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അത് ഭൂമിയുടെ ഈ കരുത്ത് കൊണ്ട് നമ്മൾ അറിയാതെ പോവുകയാണ്. ഭയങ്കരമായി ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പലതും ഇങ്ങനെ പാർട്ട് പാർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ട് പാർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാധനം, ഇങ്ങനെ ഈ സഞ്ചരിക്കുന്ന ഈ സാധനം, ഈ പാർട്ട് പാർട്ടായി മാറുന്ന ഈ സിസ്റ്റം, ഇത് ശക്തമാകും. ഭൂമിയുടെ ഈ പുറന്തോട് എന്ന് പറയുന്ന സാധനം, ക്രസ്റ്റ് എന്ന് പറയേണ്ടവർ ജോഗ്രഫിക്കാർ, ആ ക്രസ്റ്റ് എന്താ ചെയ്യാൻ, ഇത് നശിക്കണം. പാർട്ട് പാർട്ടായിട്ട് നശിക്കണം. അപ്പോൾ നശിക്കുമ്പോൾ ഇതിൻ്റെ ആ ചലനം സ്പീഡ് കൂടും. അങ്ങനെ ഇതങ്ങോട്ട് തകർന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. വലിയ സംഗതികളാണ് ശരിക്കും. ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഒക്കെ ഈ അവസ്ഥയിലാണ്. ഇങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. ഭൂകമ്പങ്ങൾ, പൊട്ടിത്തെറിയൊക്കെ ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കും, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഈ സാധനം? ഇപ്പോൾ ഇതിൽ ജിബാലു സുയ്യിറത്ത് എന്നുള്ളത് ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ആര്? ഹിമാലയം, അല്ലേ? 9 കിലോമീറ്ററാണ് അതിൻ്റെ ഉയരം. 9 കിലോമീറ്റർ. അതിൽ എവറസ്റ്റ് കൊടുമുടി അതിനേക്കാൾ മുകളിലാണ്. ആലോചിച്ച് നോക്കുക, അതാണ് എന്താവെന്ന് പറയണേ. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അത് വല്ലാത്ത അവസ്ഥയല്ലേ ഇത്? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, ഭൂമിയുടെ ആ ഒരു, ഇപ്പം നമ്മുടെ ഭൂമിയിൽ ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അല്ലേ? കുറച്ച് ഏരിയകളിലുള്ളൂ ഭൂമിയിൽ ഈ ഭൂകമ്പങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. കുറച്ച് ഏരിയയേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഭയങ്കര സേഫ് സോണാണ്.
ഇതൊക്കെ ഇല്ലാതാവും എന്നർത്ഥം. ഈ പർവ്വതങ്ങൾ വരെ എന്താകാണ്? ഇല്ലാതാകാം. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമായ സംഗതിയാണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ ഈ സ്ഥിരത, ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സേഫ് സോൺ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നർത്ഥം. അടുത്ത വാചകം അതിനേക്കാൾ കടുപ്പുള്ളതാണ്. വഇദൽ ബിഹാറു സുജ്ജിറത്. വഇദൽ ബിഹാർ, ബിഹാർ എന്ന് പറഞ്ഞാൽ ബഹറിൻ്റെ ബഹുവചനമാണ് എന്ത്? ബിഹാർ. അതിന് എന്താ പറഞ്ഞത്? സോറി, വഇദൽ ഇഷാറു ഉത്തിലത്. വഇദൽ ഇഷാറു ഉത്തിലത് ഇതെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഗതികൾ പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു സംഗതി, ആ നാട്ടിലെ ആളുകൾക്ക് ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. നാലാമത്തെ കാര്യം ഇഷാർ. വഇദൽ ഇഷാറു ഉത്തിലത്. ഒട്ടകമാണ് ഇഷാർ എന്ന് പറഞ്ഞത്. ഒട്ടകത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഓരോ സ്റ്റെപ്പിന്, ഓരോ വയസ്സിന് ഓരോ പേരാണ് ഒട്ടകത്തിന്. അതാണ് ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു ജീവിക്കും ഉണ്ടാവില്ല. 200-ലധികം പേരുകൾ അറബി ഭാഷയിൽ ഒട്ടകത്തിനുണ്ട്. ഇഷാർ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസവിക്കാനായ ഒട്ടകം. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമോ എന്നറിയില്ല. ഈ കന്നുകാലി വളർത്തുന്നവർക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ട കന്നുകാലി ഏതാ അറിയോ? ഏറ്റവും പ്രിയപ്പെട്ട പശു ഏതാ നിങ്ങൾക്കറിയാം? പ്രസവിക്കാനായത്. ഇപ്പം പ്രസവിക്കും, ഇന്നോ നാളെയോ പ്രസവിക്കും. അതിന് ഭയങ്കര വില, അതിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും. അതേറ്റവും അമൂല്യമാണ്. ഇഷാർ അറബികൾക്ക് അങ്ങനെയായിരുന്നു. ഇഷാർ ഇപ്പം പ്രസവിക്കുമെന്ന് തോന്നുന്ന ആ ഒട്ടകങ്ങൾ, അതുപോലും ഉത്തിലത്. അതല ഉത്തില എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, അവഗണിച്ചു എന്നൊക്കെയാണ് അതല. ഉത്തിലത് അവഗണിക്കപ്പെടും, ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടിയിരുന്ന സാധനമാണ് എന്ത്? ഇത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വാങ്ങാനും ഒക്കെ. പക്ഷെ ഇത് വേണ്ട. അപ്പോൾ വഇദൽ ഇഷാറു ഉത്തിലത്. പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും എന്തു ചെയ്യും? ഉപേക്ഷിക്കും. എന്ന് വെച്ചാൽ ആളുകളൊക്കെ ബേജാറില്ല. ഈ സംഗതി കാണുമ്പോൾ തന്നെ എന്തായി? ബേജാറായി. ഇന്ന സൽസലത്ത സൂറത്ത് ഹജ്ജ് തുടങ്ങിയില്ലേ? ലശൈഉൻ അദീം. സൽസലത്തു ഉണ്ടാവും. സൽസലത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ പാടെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹളമാണ്, പ്രകമ്പനമാണ് എന്ത്? സൽസലത്ത് എന്ന് പറഞ്ഞു. ഒക്കെ അതാണ്. അത് വല്ലാത്തൊരു രംഗമാണ്. അപ്പം ഈ ഖുർആൻ ഇറങ്ങുന്ന സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവർ പ്രത്യേകമായി പരിഗണിച്ചിരുന്ന സാധനമാണ് എന്ത്? ഇഷാർ. മനസ്സിലായി? അപ്പോൾ അങ്ങനെ പരിഗണിച്ചിരുന്ന സാധനം, അല്ലെങ്കിൽ അവരുടെ സമ്പത്തുക്കളിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു അത്. ഏറ്റവും വില കൂടിയ ഒട്ടകം ഏതാണെന്ന് വെച്ചാൽ ഇഷാറാണ്. അതുപോലും എന്ത് വേണ്ട? ശ്രദ്ധിക്കാൻ ആളില്ല. അതിന് അവസരം ഉണ്ടാവില്ല എന്നർത്ഥം. മനസ്സിലായി? അതിന് അവസരം ഉണ്ടാവില്ല. അതിനപ്പം വേറെ ഈ ആദ്യത്തെ സംഭവിക്കുമ്പോൾ തന്നെ ആകെ പ്രശ്നമാവും. രണ്ടാമത്തെ സംഭവിച്ചാൽ അതിലേറെ പ്രശ്നമാവും. മൂന്നാമത്തെ സംഭവിക്കുന്നതോടെ ഇതിൻ്റെ ബാലൻസൊക്കെ ആകെ എന്താവും? തകർന്നു പോകും. പിന്നെ ആർക്കാ ഒട്ടകം വേണ്ട? പിന്നെ വഇദൽ വുഹൂഷു ഹുഷിറത്ത്. അതാണ് അത്ഭുതം. എന്ന് വെച്ചാൽ ഖിയാമത്ത് അനുഭവപ്പെടുക മനുഷ്യർക്ക് മാത്രമല്ല. വുഹൂഷ് എന്ന് പറഞ്ഞാൽ വഹ്ഷിൻ്റെ ബഹുവചനമാണ് വുഹൂഷ്. വഹ്ഷ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ്. മറ്റത് ഒട്ടകം എന്ന് പറഞ്ഞാൽ നാട്ടുജീവിയാണ്, ഇത് കാട്ടുജീവിയാണ്. വഇദൽ വുഹൂഷ്, വന്യജീവികൾ, വന്യമൃഗങ്ങളും ജീവികളുമൊക്കെ എല്ലാം ഹുഷിറത്ത്. ഹഷറ എന്ന് പറഞ്ഞാൽ ജമാ എന്നാണ്, ഒരുമിച്ച് കൂട്ടി. മഹ്ഷർ എന്ന് പറയുമല്ലോ, ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മഹ്ഷർ അതായിരുന്നു വന്നതാണ്. വഇദൽ വുഹൂഷു ഹുഷിറത്ത്. വന്യമൃഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യന് മാത്രമല്ല എന്ത് ഫീൽ ചെയ്യുക? ലോകാവസാനം ഫീൽ ചെയ്യുക മനുഷ്യന് മാത്രമല്ല, കാട്ടുജീവികൾ, കാട്ടിലെ മൃഗങ്ങൾ, കാട്ടിലെ ജന്തുക്കൾ, ഇതൊക്കെ ഈ സംഗതി കാണുമ്പോൾ അവർക്ക് പേടിയാവും.
പേടിയായിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന, അതാണ് ഇതിൽ അത്ഭുതം. ഈ കാട്ടുജീവികളിൽ പരസ്പരം ഒക്കെ ശത്രുക്കളാണല്ലോ, ഒക്കെ പോവും, ഒരു ശത്രുത ഉണ്ടാവില്ല. എല്ലാവരും ആകെ ബേജാറായിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അതെന്താ വെച്ചാൽ അതിൻ്റെ നമുക്ക് അതാണ് പറയുന്നത്, എന്താ വെച്ചാൽ നമുക്ക് ഭാവനയിൽ കൊണ്ടുവരാനേ കഴിയില്ല. ഈ കാട്ടുജീവികൾ, സിംഹവും മാനും കൂടി ഒരു സ്ഥലത്ത് ഒരുമിക്കുമോ? പിടിച്ചു തിന്നൂലേ? കടുവയും മാടും കൂടി ഒരു സ്ഥലത്ത് ഒരുമിക്കുമോ? ഇല്ലല്ലോ, പിടിച്ചു തിന്നൂലേ? പക്ഷേ ഖിയാമത്ത് അങ്ങനെയാണ്. വഇദൽ വുഹൂഷു ഹുശിറത്ത്, വഇദൽ വുഹൂഷു ഹുശിറത്ത്. പരസ്പരം അവർ ആക്രമിക്കൂല, ഒന്നും ചെയ്യൂല. കാരണം അതിനുമാത്രം പേടിയില്ല, ഭയങ്കര ബേജാറ്. ആർക്ക് പേടി വരും? ഇവർക്കൊക്കെ പേടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ ഇത്തരത്തിലുള്ള സംഗതികൾ ഭൂമിയിലുണ്ടാകുമ്പോൾ ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടുന്നത് മനുഷ്യരെക്കാൾ സ്പീഡിലാർക്കാ? നിങ്ങൾ കണ്ടില്ല, അവിടെ വയനാട്ടിൽ ഇങ്ങനെ പൊട്ടി ഒലിച്ച് വന്നപ്പോൾ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ആനകൾ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പട്ടികൾ, ഈ പട്ടി നായൊക്കെ ഊരിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് സിഗ്നൽ കിട്ടിയെന്നർത്ഥം. മനുഷ്യനേക്കാൾ തീവ്രമാണ് അവർക്കുള്ള ഈ സിസ്റ്റം. അതാണ് വഇദൽ വുഹൂഷു ഹുശിറത്ത്. പിന്നെ വഇദൽ ബിഹാറു സുജ്ജിറത്ത്. ബഹർ ഇങ്ങനെ വരികയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നു, ആകാശത്തു നിന്ന് വന്നു, നാട്ടിൽ നിന്ന് വന്നു, കാട്ടിലേക്ക് വന്നു, ഇനി സമുദ്രത്തിലേക്ക് പോവുകയാണ്. ഖിയാമത്ത് നാൾ എവിടെയുണ്ട്? സമുദ്രത്തിലുണ്ട്. വഇദൽ ബിഹാർ, ബഹറിൻ്റെ ബഹുവചനമാണ് എന്ത്? ബിഹാർ. വഇദൽ ബിഹാറു സുജ്ജിറത്ത്, വഇദൽ ബിഹാറു സുജ്ജിറത്ത്. സജ്ജറ, അതിനാണ് സിഗരറ്റ് വന്നത്. സിഗരറ്റിന് അറബി പറയാം സിജായിർ എന്ന്. സജ്ജറ കത്തിക്കണ സാധനം, മനസ്സിലായില്ലേ? സിഗരറ്റ് അതാണല്ലോ. സുജ്ജിറ എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെടുക. വഇദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താണത്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഭൂമിയുടെ സ്വഭാവം മാറി അല്ലേ? ആകാശത്തിൻ്റെ സ്വഭാവം മാറി, ഭൂമിയുടെ സ്വഭാവം മാറി. ഇനി സമുദ്രത്തിൻ്റെ സ്വഭാവവും മാറും. സമുദ്രം ഇങ്ങനെ കത്തിയിട്ടിങ്ങനെ മറിയുന്ന ഭയങ്കരമായി കത്തലായിരിക്കും. പല രീതിയിലുള്ള കത്തലുകളെക്കുറിച്ച് ഈ സമുദ്രശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. പല രീതികളിലുണ്ട്, പല കാരണങ്ങളാലുള്ള. ഒന്ന് പറയുന്നത് സമുദ്രത്തിലെ വെള്ളം പല ഏരിയയിലും വറ്റിപ്പോകുന്നു, വറ്റിയിട്ട് അവിടെ കത്തും, വറ്റിയിട്ടിങ്ങനെ വരണ്ട് പോയിട്ട് അവിടെ കത്തുമെന്നാണ്. അതല്ല, സമുദ്രത്തിലെ വെള്ളം തന്നെ, നല്ല വെള്ളം ഉണ്ടായിരിക്കെ തന്നെ ആ വെള്ളം ആളിക്കത്തും എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകാശവും ഭൂമിയും സമുദ്രവുമൊക്കെ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതാവില്ല എന്നർത്ഥം. ഇന്ന് കാണുന്നത് ആവില്ല. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു ഒരു വാക്ക് പറയുന്നുണ്ട്, ഭയങ്കര വാക്കാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി. ഭൂമി മാറ്റപ്പെടും, ഭയങ്കര ചേഞ്ച് വരും ഭൂമി. ഈ ഭൂമി അല്ലാത്ത രീതി, അതുപോലെ ആകാശവും മാറ്റപ്പെടും, ഒക്കെ മാറി. പിന്നെ അതൊന്നുമില്ല. കാരണം വെച്ചാൽ അള്ളാഹു ഉണ്ടാക്കിയിരുന്ന ആ സിസ്റ്റം എന്താകുകയാണ്? നശിപ്പിക്കപ്പെടുക. സിസ്റ്റം നശിപ്പിക്കപ്പെടുക. പുതിയൊരു സിസ്റ്റത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്ത് ഈ ഈ ഈ അവസ്ഥ എന്നർത്ഥം. അതാണ് വഇദൽ ബിഹാറു സുജ്ജിറത്ത്. പിന്നെ വഇദൻ നുഫൂസു സുവ്വിജത്ത്. വഇദൻ നുഫൂസു സുവ്വിജത്ത്. നഫ്സിൻ്റെ ബഹുവചനമാണ് എന്ത്? നുഫൂസ്. ഒരുപാട് ആശയമുള്ള ഒരു വാക്കാണ് നഫ്സ് എന്ന് പറഞ്ഞാൽ. ശരീരം, ആത്മാവ്, ഇതൊക്കെ എന്താണ്? നഫ്സാണ്. ശരീരമാകാം, ആത്മാവാകാം, ഒക്കെ. എന്തായിരുന്നാലും അത് ഈ നഫ്സിന് പറ്റുന്ന എന്താ വെച്ചാൽ സുവ്വിജത്ത്, സവ്വജ. സൗജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒന്ന് ഇണ അല്ലേ? ഇണ. സവ്വജ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇണകൾ തമ്മിൽ എന്താക്കലാണ്?
കൂട്ടി അതാണല്ലോ സിവാജ്, അതിനാണല്ലോ സൗജ് വന്നത്. അതന്നെ. ഇദൻ നുഫൂസു സുവ്വിജത്ത്, മനുഷ്യൻ്റെ ആത്മാവുകൾ കൂട്ടിക്കെട്ടപ്പെടുമ്പോൾ സവ്വജ സുവ്വിജ, കൂട്ടിക്കെട്ടുക. അപ്പം അത് വലിയൊരു സംഗതിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? ഒരുപാട് ആശയങ്ങൾ പറഞ്ഞിട്ട് അന്ന് ഈ നല്ല ആളുകളൊക്കെ നല്ല ആളുകളുടെ കൂടെ ഇരിക്കും, മനസ്സിലായി? ചീത്ത ആളുകളൊക്കെ ചീത്ത ആളുകളുടെ കൂടെ ഇരിക്കും. ഒന്നതാണ്. രണ്ട്, മനുഷ്യൻ മരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ആത്മാവ് ഒരു സ്ഥലത്തേക്ക് പോകും. ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ ഭാഷ അതാണല്ലോ, അലിയിലേക്ക് പോകും അല്ലെങ്കിൽ സുജിലേക്ക്. ഇത് എന്ത് ചെയ്യാണ്? ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഖിയാമത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇതെന്താണ്? ഈ ആത്മാവും ശരീരവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുണ്ട്. ഇദൻ നുഫൂസു സുവ്വിജത്ത്, നമ്മളെ ശരീരത്തിലേക്ക് തന്നെ നമ്മളെന്ത് വരും? ആത്മാവ്. സുബ്ഹാനല്ലാഹ്. ഇദൻ നുഫൂസു സുവ്വിജത്ത്. മറ്റൊരു ആശയമുള്ളത്, നുഫൂസ് എന്ന് പറഞ്ഞാൽ മനസ്സുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ, നമ്മളൊക്കെ ചെയ്ത നന്മകളൊക്കെ ഒരു എന്താ പറയുക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഭയങ്കര രസകരമായ രീതിയിൽ അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് പുറത്തേക്ക് വരും ഈ ഖിയാമത്ത് നാൾ കഴിഞ്ഞ്, പിന്നെ വിചാരണയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ അന്ന് സംഭവിക്കും. ഇദൻ നുഫൂസ് സുവ്വിജത്ത്. മനസ്സിലായില്ലേ? അതിലേറ്റവും മനോഹരമായ ഒരു ആശയം അല്ലെങ്കിൽ സംഭവം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ശരീരവും കൂടി ചേരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മനുഷ്യന്മാർ ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോയാൽ ഖബറിൻ്റെ അടുത്ത് പോയാൽ കാണുമല്ലോ, എത്രയോ കൊല്ലം മുമ്പ് മരിച്ചതിന്മേൽ പലപ്പോഴും പല സ്ഥലത്തും ഡേറ്റ് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ആ കാലം ആലോചിച്ച് നോക്കും. അവർ ജീവിച്ചു വരികയാണ്. അവർ ജീവിച്ചു വരുമ്പോൾ അവരുടെ ആത്മാവുമായാണ് ഈ ശരീരം എന്താണ്, അള്ളാഹു ഈ ശരീരത്തെ ബന്ധിപ്പിക്കുന്നത്. അത് ഭയങ്കര അത്ഭുതമാണല്ലോ. ഇദൻ നുഫൂസു സുവ്വിജത്ത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ഇപ്പം ഈ പറയണത് ഓരോന്നും നമ്മൾ ഈ അതാണ് ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് നല്ല ലൈവായിട്ട് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വായിച്ചോ എന്ന് പറഞ്ഞ്, ഈ സൂറത്ത് വായിച്ചോ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നബി. ലൈവായിട്ട് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ കാണണമെങ്കിൽ ഈ സൂറത്ത് വായിച്ചാൽ മതിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എന്താണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. എന്തൊരു സംഭവമായിരിക്കും ഇത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇദൻ നുഫൂസ് സുവ്വിജത്ത്. പിന്നെ ഇദൽ മൗഊദതു സുഇലത്ത്. അൽ മൗഊദത്ത് വഅദ എന്ന് പറഞ്ഞാൽ കുഴിച്ചുമൂടി. മൗഊദത്ത് എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടപ്പെട്ടത് എന്നാണ്. മൗഊദത്ത് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് അത്ത എന്ന് പറഞ്ഞാൽ മൗഊദത്ത് അല്ലെങ്കിൽ മൗഊദ് എന്ന് പറഞ്ഞാൽ മതി. വഇദൽ മൗഊദതു സുഇലത്ത്. സഅല പറഞ്ഞാൽ ചോദിച്ചു, സുഇല ചോദിക്കപ്പെടുക. വഇദൽ മൗഊദതു സുഇലത്ത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും. അവളോട് ചോദിക്കും. ഇത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തിലുള്ള ഒരു രീതിയായിരുന്നു എന്ത്, പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടുക. കാരണം പെൺകുട്ടികൾ അവർക്ക് ഭയങ്കര ഒരു ഷെയിം ആയിരുന്നു. ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ. പെൺകുട്ടി വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കദീം. പെൺകുട്ടിയാണ് തനിക്ക് പിറന്നത് എന്ന സുവിശേഷം കിട്ടിയാൽ ആ ജനിച്ച പിതാവിൻ്റെ മുഖം കറുത്തിരുണ്ടു പോകുമെന്ന്. അയാൾ ഭയങ്കര ദുഃഖിതനായിരിക്കും. എന്നിട്ട് യതവാറാമിനൽ ഖൗം, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടി ഒളിക്കും. അപ്പോൾ തന്നെ ഈ കുട്ടിയെ കൊന്നിട്ടുണ്ടാവും ബന്ധപ്പെട്ടവർ. ഈ കുട്ടി ചോദിക്കപ്പെടും. എന്ത്? വഇദൽ മൗഊദതു സുഇലത്ത്. എന്താ ചോദിക്കുക?
ബിഅയ്യി ദംബിൻ ഖുതിലത്, ബിഅയ്യി ദംബിൻ ഖുതിലത്. ദംബ് എന്ന് പറഞ്ഞാൽ തെറ്റ്, തെറ്റ്, ദംബ്, ദുനൂബ് നമ്മൾ പറയല്ലോ, റബ്ബനാഗ്ഫിർ ലനാ ദുനൂബനാ പറയല്ലേ, അതിനാണ് എന്ത് ദംബ് വന്നത്. ബിഅയ്യി ദംബിൻ, എന്തൊരു തെറ്റിന് കാരണമായാണ്, എന്തൊരു തെറ്റാണ്, എന്തൊരു തെറ്റായി ഈ കുട്ടി ചെയ്തത്, എന്തൊരു തെറ്റ് കാരണമായാണ് ഖുതിലത്, അവൾ കൊല്ലപ്പെടേണ്ടി വന്നത്. ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു തെറ്റ് കാരണമായാണ് അവൾ കൊല്ലപ്പെടേണ്ടി വന്നത് എന്ന് അവളോട് ചോദിക്കുന്നു. കൊല്ലപ്പെട്ടത് ഈ കുട്ടിയാണല്ലോ. ഈ കുട്ടിയെ ജീവിപ്പിച്ചിട്ട് വൈദൻ നുഫൂസ് സുഫിജത്ത് പറഞ്ഞല്ലോ, ഈ കുട്ടി ജീവിച്ച ആ കുട്ടിയുടെ ശരീരവുമായും എല്ലാവരും ശരീരവുമായും ബന്ധപ്പെടും. എന്നിട്ടാ ചോദ്യം സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ചോദ്യമായിരിക്കും. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അപ്പോൾ ഈ പെൺകുട്ടികൾ പിറക്കുമ്പോൾ അപമാനം കാരണമായോ ദാരിദ്ര്യം കാരണമായോ അവരെ കുഴിച്ചു മൂടി, അതൊരു പണ്ടത്തെ കാലമായി. നമുക്ക് പണ്ടല്ല അടുത്ത കാലത്ത് വരെ നമ്മുടെ നാട്ടിൽ പ്രഗ്നൻസി പീരീഡിൽ സെക്സ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ആണാണോ പെണ്ണാണോ ടെസ്റ്റ് ചെയ്യും. എന്ന് പെണ്ണാണെങ്കിൽ ഇത് നശിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി സൗകര്യം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പെൺകുട്ടി വേണ്ടാന്ന് ആളുകൾ തീരുമാനിക്കണം, പെൺകുട്ടി ഒരു ഭാരമാണ് തീരുമാനിക്കണ ഒരു കാലം. ഇന്ന് നമുക്ക് ചിലപ്പോൾ അത് വിചിത്രമായി തോന്നും, അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും. ഉണ്ടായതാ. അപ്പോൾ അതിനേക്കാൾ ഭീകരമാണ് മറ്റത്. കാരണം കുറച്ചും കൂടിയും പിന്നെ എന്താ പറയുക, അന്ധകാരത്തിലാണല്ലോ ആ ടീമുള്ളത്. അതുകൊണ്ട് അവർ ജീവനോടെ തന്നെ ആണ് കുഴിച്ചിട്ട് തരും. അതാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ അവർ ചെയ്ത തെറ്റെന്ത് എന്ന് അവരോട് പ്രത്യേകം വിചാരണ ചെയ്യും. അത് അവരോടല്ല ഈ പറയുന്നത്, സത്യത്തിൽ ഈ കുഴിച്ചു മൂടിയിരുന്ന ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല എന്നത് മനസ്സിലായില്ലേ. പിന്നെ വഇദ സുഹുഫു നുഷിറത്ത്, സഹീഫത്തിൻ്റെ ജമ്മാണ് സുഹുഫ് എന്ന് പറഞ്ഞു. സഹീഫ് എന്ന് പറഞ്ഞാൽ പേജ്, കടലാസ് എന്നൊക്കെയാണ്. സഹീഫ പത്രം, എന്നൊക്കെ സഹീഫ പറഞ്ഞു. മനസ്സിലായില്ലേ. വഇദ സുഹുഫു, പേജുകൾ അല്ലെങ്കിൽ ഏടുകൾ, ബുക്കുകൾ. നുഷിറത്ത്, നഷറ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുറന്നു വെച്ചു. പുസ്തകം തുറക്കണതിനാണ് എന്ത് പറയുക, നഷറ, നുഷിറത്ത്. അപ്പോൾ വഇദ സുഹുഫു നുഷിറത്ത്, വഇദ സുഹുഫു നുഷിറത്ത്, ഈ ഏടുകൾ അല്ലെങ്കിൽ പേജുകൾ അത് തുറന്നു വെക്കപ്പെടുമ്പോൾ, ഏതാ ബുക്ക്, ഏതാ ഏട്? മനുഷ്യൻ്റെ നന്മകളും തിന്മകളും അവൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളുമൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഏട്, അത് കൊണ്ടുവരപ്പെടും. അങ്ങനെ സംഭവമുണ്ട്. മനസ്സിലായില്ലേ. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലൊക്കെ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് ആ ഏടിനെ കുറിച്ച്. മനുഷ്യനതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. ആ ഏട് നൽകുന്ന രീതി പറയുന്നുണ്ട്, നൽകുന്ന കൈ പറയുന്നുണ്ട്, നൽകുന്ന രൂപം പറയുന്നുണ്ട്. അത് ഭയങ്കരമാണ്. അതിലാണ് നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും രേഖകൾ അതിലുണ്ടാവും. അതിങ്ങനെ നിവർത്തി വായിച്ചു നോക്കുകയാണ് എന്ത്, വഇദ സുഹുഫു നുഷിറത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ബുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയാലേ, ഈ ബുക്ക് ഭയങ്കര പുതുമുള്ള ബുക്കാണല്ലോ. കാരണം നമ്മൾ ജനിച്ച് പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കണ വരെയുള്ള എല്ലാ സാധനവും അതിലെന്തുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ ഒരു എന്തായിരിക്കും ആ സംഭവം എന്നുള്ളത്. എന്തായിരിക്കും ആ സംഭവം? വഇദ സുഹുഫു നുഷിറത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഏടുണ്ട്. ആ ഏട് കൊണ്ടുവരപ്പെടും, ആ ഏട് അവന് കൊടുക്കപ്പെടും, ആ ഏട് അവൻ നിവർത്തി നോക്കും. ആ ഏട് അവൻ നിവർത്തി നോക്കിയിട്ട് വായിക്കുമ്പോൾ അവൻ പറയും, മാലിഹാദൽ കിതാബ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഭയങ്കര എന്ത് ബുക്കാത് എന്നാണ് ചോദിക്കുന്നത്. ഈ ബുക്കിൽ ഒന്നുമില്ലല്ലോ ഇല്ലാത്തത്, ചെറുതും വലുതും ഒക്കെ അതിലുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതന്ന് സംഭവിക്കും. അങ്ങനെ ഒരു ബുക്ക് നമുക്ക് കിട്ടും. ബുക്ക് നമ്മൾ മറിച്ച് നോക്കും, മറിച്ച് നോക്കിയിട്ട് നമ്മളതിലേക്ക് നോക്കും. മനസ്സിലായില്ലേ.
വേറെ സ്ഥലത്ത് പറയുന്നല്ലോ ഹാ മുഖറഊ കിതാബിയ, ഈ ബുക്ക് നിവർത്തും എന്ന് പറഞ്ഞില്ലേ, നിവർത്തിയിട്ട് ഞാൻ വായിക്കാൻ മാത്രമല്ല, എൻ്റെ കൂടെ അടുത്തൊക്കെ ഉള്ളവരോട് ഞാൻ പറയും ഇഖ്റഊ കിതാബിയ, എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കി, എന്താ രസം. നല്ല കിതാബിൻ്റെ ആൾക്കാർ, നല്ല ബുക്കുള്ളവരെന്ത് പറയും, അത് പറയും ഹാ മുഖറഊ കിതാബിയ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ കിതാബ് നമ്മുടെ വലങ്കയിൽ കിട്ടണം നമുക്ക്, അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. മനസ്സിലായി? നമ്മളെ പ്രാർത്ഥനയിൽ അത് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹുമ്മ യമ്മിൻ സഹാബികളുടെ പ്രാർത്ഥനയിൽ പെട്ടതായിരുന്നു അല്ലാഹുമ്മ യമ്മിൻ കിതാബന, യമ്മിൻ കിതാബന, നമ്മുടെ കിതാബ് യമീനിൽ കിട്ടണമേ. മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, പിന്നെ വഇദ സ്സമാഉ കുശിതത്, അല്ലാഹു വഇദ അസ്സമാഉ കുശിതത്, വഇദ അസ്സമാഉ കുശിതത്. സമാ പറഞ്ഞാൽ ആകാശം, ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? സമാ എന്ന് പറഞ്ഞാൽ, സമാ എന്ന വാക്കിൽ നിന്നാണ് സമാ വന്നത്. സമാ യസ്മു എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്ന്, ഉയർന്നത്. സുമുവ് എന്ന് പറയുമല്ലോ നമ്മൾ, മറ്റേ ഈ രാജാക്കന്മാരെ പേര് പറയുമ്പം ഹിസ് ഹൈനസ് പറയണേന് സാഹിബു സുമുവ് എന്ന് വായി കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ സുമുവ് വലിയുൽ അഹദ് എന്നൊക്കെ പറയുമല്ലോ, അത് അതിന് വന്നത് സമാഇൽ നിന്ന്. അപ്പോൾ സമാ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ മുകളിലുള്ളതൊക്കെ എന്താണ്? സമാ ആണ്. നമ്മുടെ മുകളിൽ കാണുന്നതൊക്കെ സമാ ആണ്. ആകാശം മാത്രമല്ല, ആകാശം മുകളിലായതുകൊണ്ടാണ് നമ്മൾ ആകാശത്തിന് എന്ത് പേര് വിളിച്ചത്? സമാ എന്ന് പറഞ്ഞു. ആകാശം ഇപ്പം ഇത് വീണല്ലോ, ഈ സാധനങ്ങളൊക്കെ വീണ് ഒക്കെ നശിച്ച് ആകെ കഴിഞ്ഞു. പിന്നെയുള്ളത് ഇനി ആകാശത്തിൻ്റെ ഒരു കവറാ. അതെന്ത് ചെയ്യും? കുഷിതത് എന്നാണ്. കശത്ത എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്താ പറയുക? കശത്ത എന്ന് പറഞ്ഞാൽ ആടിനെ അറുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിക്കൂലേ, അതിനാണ് എന്ത് പറയുക? കശത്ത. ആടിനെ അറുത്തിട്ട് തൊലി ഇങ്ങനെ ഉരിച്ചാൽ എന്ത് വരും? ഇറച്ചി കാണും അല്ലേ? ഇറച്ചി ഇങ്ങനെ കാണും, അതാണ് കുഷിതത്. അപ്പം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ എന്തുണ്ട്? ഒരു മറയുണ്ട്, ഒരു മറ. ലാസ്റ്റിലെ രംഗം അതാണ്. ആ മറ കേട്ട് എന്താവും? ആടിൻ്റെ തൊലി വലിക്കണ മാതിരി അതിങ്ങനെ ഉണ്ട്, ഉരിയപ്പെടും. ഞാൻ ആ കശത്ത പറഞ്ഞത് എന്തിനാ വെച്ചാൽ അതിൻ്റെ രീതി മനസ്സിലാക്കാനാണ്. എങ്ങനെ ഇത് പൊളിയുക, എങ്ങനെയാണിത് അല്ല. ഈ ആടുകളുടെ തൊലി എങ്ങനെയാണോ അറുത്ത ശേഷം ഉരിക്കപ്പെടുന്നത്, അതുപോലെ ആകാശത്തിൻ്റെ മറ കണ്ട് നീങ്ങും. ആകാശത്തിൻ്റെ മറ നീങ്ങി എന്തുണ്ടാകുക? നമ്മൾ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കണ്ടില്ല നിങ്ങൾ? അതിനെന്താ പറയുക? സീലിംഗ്. ആ സീലിംഗ് നീക്കി എന്താ കാണുക? ഭയങ്കര കാഴ്ചയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് വഇദ സ്സമാഉ കുശിതത്. മനുഷ്യന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്താ കാണുക എന്നുള്ളത്. എന്ത് പറഞ്ഞാലും ശരി, അറിവില്ലായ്മയാണ് എല്ലാം പറയണമൊക്കെ. കാരണം എന്താ വെച്ചാൽ ആകാശത്തിൻ്റെ മുകളിലുള്ളതെന്ത് എന്ന് പറയാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ആകാശത്തിലുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്, മുകളിലെന്താ? അറിയില്ല, പറയാൻ കഴിയില്ല. കാരണം മനുഷ്യനറിയാത്ത സംഗതിയാണ്. മനുഷ്യൻ്റെ റിസർച്ചിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണല്ലോ. മെറ്റീരിയൽ വേൾഡിലുള്ള സാധനമല്ലാത്തതുകൊണ്ട് അത് പറയാൻ കഴിയില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം അതെന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമ്മളത് അള്ളാഹുവിനെ വിടലേ പറ്റുള്ളൂ. വഇദ സ്സമാഉ കുശിതത്, വഇദ സ്സമാഉ കുശിതത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ് ഒരു മറ ഉണ്ട്. ആ മറയാണ് സത്യത്തിൽ ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആ മറയെക്കുറിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ചെർണോബിൽ ദുരന്തം എന്നൊക്കെ പറയും. കുറേ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെർണോബിൽ ദുരന്തം കേട്ടിട്ടില്ല? പിന്നെ അണുവായുധങ്ങൾ
അണു ആയുധങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും അനാവശ്യമായി ഉപയോഗിച്ചതിൻ്റെ കാരണമായി ഈ ആകാശത്തിൻ്റെ ഒരു പാളി, ആമസോൺ പാളി, അത് ഒരുപാട് പാളിയുണ്ട്, ആമസോൺ പാളി മാത്രമല്ല ഒരുപാട് പാളികളുണ്ട്. ഈ പാളികൾ ഈക്ക് ഓട്ട വീണപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ആകാശത്തിന് മേലെയുള്ള ഒരുപാട് സാധനങ്ങൾ താഴേക്ക് വീണപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ ഭൂമിയെ അള്ളാഹു മനുഷ്യനും ജീവികൾക്കുമൊക്കെ നിവാസയോഗ്യമാക്കിയത് ഈ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള വിഷാംശങ്ങളും വിഷരശ്മികളും ഭൂമിയിലേക്ക് വരാതെ ആകാശത്തിന് ഒരു മറയുണ്ടാക്കി വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഈ മറയാണ് പോയപ്പോൾ, ഈ മറക്ക് ഓട്ടം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചറിയോ? ഇവിടെ ഉള്ളതൊക്കെ ചീത്തയായി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറബ് ലോകത്ത് ഉണ്ടായ യുദ്ധങ്ങളിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കേട്ട ഒരു യുദ്ധമാണ് കുവൈത്തും ഇറാഖുമായിരുന്നു അല്ലേ യുദ്ധം. ഇറാഖ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഭയങ്കര ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്, ഭയങ്കര കൃഷിയുള്ള സ്ഥലമാണ്. എന്താ സംഭവിച്ചതെന്നറിയോ? ഞാനന്ന് എനിക്ക് തോന്നുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതെ, അപ്പോൾ അന്ന് ഈ സൗദി അറേബ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അന്ന് ഈ ബേബി ഫുഡില്ലേ, ഒരു വളരെ പ്രസിദ്ധമായ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന പാല്, നിഡോ കണ്ടെയ്നർ കണക്കിന് നിഡോ നശിപ്പിക്കണ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട്. കണ്ടെയ്നർ കണക്ക് നിഡോ. ജിദ്ദയിലൊരു കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു വലിയ ഭാഗം മുഴുവൻ കണ്ടെയ്നറുകൾ നിഡോ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് നശിപ്പിച്ചു. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എന്തായിരുന്നു സംഭവം എന്ന് പറയുന്നത്, ഈ ഇവരുപയോഗിച്ച ചില ആയുധങ്ങൾ കാരണമായി ഇത് കൃഷി ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ആ കൃഷി ചെയ്ത സ്ഥലത്ത് ഈ ആകാശത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഓട്ടകളും ഒക്കെ ഉണ്ടായപ്പോൾ എന്താ വെച്ചാൽ ഈ കൃഷിയിലേക്കൊക്കെ ആകാശത്ത് നിന്ന് പലതരത്തിലുള്ള വിഷാംശങ്ങളും വിഷരശ്മികളും റൈസാണ്, വിഷമുള്ള കുറേ റൈസുകൾ ഈ കൃഷിയിടത്തിലേക്ക് വീണു. പക്ഷേ കർഷകരത് പരിഗണിക്കാതെ എന്താക്കി, ഇതൊക്കെ മിക്സ് ചെയ്ത് ഈ ഫുഡുണ്ടാക്കി, കുട്ടികളുടെ ഫുഡ്, സെറിലാക്കോ നിഡോ അങ്ങനത്തെ ഫുഡ്. പിന്നെ ഈ സെറിലാക്കിൻ്റെ മുമ്പ് നിഡോ ഫുഡ് ഉണ്ടായിരുന്നു, കണ്ടത് നിഡോൻ്റെ ബോക്സിൽ. ഇതിൽ ഭയങ്കര വിഷം വന്നു, ഒക്കെ നശിപ്പിച്ച അവസാനം. ഇത് ഭയങ്കര അത്ഭുതമാണ്. അതാണ് വജഅൽ, അള്ളാഹിൻ്റെ ഒരു വാക്കുണ്ട് ഭയങ്കര രസമാണ്, വജഅൽന സ്സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ. മഹ്ഫൂൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എന്നാണ്. വജഅൽന സ്സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ, നാം ആകാശങ്ങളെ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി മാറ്റി തന്നിരിക്കുന്നു. എന്താ സുരക്ഷിതമായ മേൽപ്പുര എന്ന് പറഞ്ഞാൽ? ആ മേൽപ്പുര ഉണ്ടെങ്കിൽ എന്ത് വരില്ല, വെയിൽ കൊള്ളൂല, മഴ കൊള്ളൂല, അതിനാണ് എന്ത് പറയുക, മഹ്ഫൂൾ. അതാണ് പോകണം, അതാണ് കുഷിത്തത്ത് എന്ന് പറഞ്ഞ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് ശരിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ഇദസ്സമാ കുഷിത്തത്ത് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് പല സ്ഥലത്തും നിങ്ങൾ വായിച്ചാൽ അത് കിട്ടും. ഇപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് ഈ ഗൂഗിളിൽ നോക്കിയാൽ ഈ സാധനം ഞാൻ പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ മതി ഇൻഷാ അല്ലാ. പഴയതായതുകൊണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഏതായാലും ഉണ്ടാവും ഇൻഷാ അല്ലാ. ഓക്കെ. പിന്നെ വഇദൽ ജഹീമു സുഇറത്. ജഹീം എന്ന് പറഞ്ഞാൽ ജഹന്നം, നരകത്തിൻ്റെ വേറൊരു പേരാണെന്ത്, ജഹീം. സുഇറത്, സഅറ, അതിനാണ് സുഇറ വന്നത്. സുഇറ, സഅറ, സുഇറ, കത്തിക്കപ്പെടുക എന്ന്. ഭയങ്കര ആളി കത്തുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുക, സഅറ, അല്ലെങ്കിൽ ഔഖദ എന്നൊക്കെ പറയുള്ളൂ. ചില സ്ഥലത്ത് നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഔഖദ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് കുറച്ച് സ്ട്രോങ്. ഇത് കഴിഞ്ഞല്ലോ, സാധാരണ കത്തലല്ല ഞാൻ ഉണ്ടാകുക, ഒക്കെ കഴിഞ്ഞ് സിസ്റ്റമൊക്കെ മാറിയല്ലോ.
ഈ ആകാശത്തിൻ്റെ ഈ കർട്ടനും കൂടിയാണ് മാറിയോടുകൂടി എന്തായി വേറൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ആ സംഭവമാണ് നരകം. അല്ലെങ്കിലും കത്തിക്കൊണ്ടേയിരിക്കാം. നരകം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച അന്ന് മുതൽ നരകം കത്തിക്കൊണ്ടേയിരിക്കാം. മനസ്സിലായില്ലേ? കത്തിക്കൊണ്ടേയിരിക്കാം. കത്തുമ്പോഴാണ് അത് സ്ട്രോങ് ആണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ബ്രിക്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ, ബ്രിക്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയാൽ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു ചെറിയ നരകം കാണാം. മനസ്സിലായില്ലേ? ഇങ്ങനെ 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 കത്തി 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 അതിൻ്റെ അടിക്കാണ് ഈ സാധനം വിടുക. ബ്രിക്സ് ഇട്ടിട്ട് ആ ബ്രിക്സിനെ ശരിയാക്കുകയാണല്ലോ ചെയ്യുക, പിന്നെ തിളപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് കത്തിക്കൊണ്ടേ ഇരിക്കുക. പക്ഷേ അപ്പം സ്പെഷ്യലായിട്ട് എന്താവും? ആളിക്കത്തും, ഭയങ്കരമായിട്ട് ആളിക്കത്തും. പിന്നെ വഇദൽ ജന്നതു ഉസ്ലിഫത്ത്, ജഹീമ പറയുമ്പോൾ പിന്നെ എന്തും പറയണം? ജന്നത്ത് പറയണം. ജന്നത്ത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഉസ്ലിഫത്ത്. സലഫ എന്ന് പറഞ്ഞാൽ അടുത്തു എന്ന്, അടുത്തു. എന്നാണ് സുൽഫ പറഞ്ഞത്. സുൽഫ മറ്റേ മുശ്രിക്കുകളോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ സാധനങ്ങളോടൊക്കെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. സുൽഫ, ഞങ്ങളിതിനെ ഒക്കെ ആരാധിക്കണം അല്ലെങ്കിൽ ഇതിനോട് പ്രാർത്ഥിക്കണത് ഞങ്ങളെ അള്ളാഹുവിലേക്ക് സുൽഫ, അടുപ്പിക്കും. അതാണ് സുൽഫ. സുൽഫ മനസ്സിലായില്ലേ? വഇദൽ ജന്നത്തു ഉസ്ലിഫത്ത്, സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ സ്വർഗം ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അന്നത്തെ ഒരു ഫീലിംഗ് കേട്ടോ പറയണത്. വഇദൽ ജന്നത്തു ഉസ്ലിഫത്ത്, സ്വർഗം അടുപ്പിക്കപ്പെടും, ജനങ്ങളുടെ അടുക്കലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരപ്പെടും. ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താണ് എങ്ങനെയാണ് അല്ലാഹു അഅലം. ഒരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, സൂറത്ത് ശുഅറയിലുണ്ട്, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും. അപ്പോൾ അത് മുത്തഖീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയായിരിക്കും. അത് പറഞ്ഞു കൊടുത്ത് വേറൊരു വാക്ക് പറയുന്നുണ്ട്, വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. ജഹീം മറ്റേതാണല്ലോ നരകം. നരകം ഗാവീൻ, ഗാവീൻ എന്ന് പറഞ്ഞാൽ തോന്നിയാസികൾ, ദുർമാർഗികൾ. അവരിലേക്ക് നരകം കണ്ട് ഇങ്ങനെ പ്രകടമായി വരും, ഇങ്ങനെ കാണും അവർ നരകം. അതിൽ രണ്ടും ഒരു ഫീലിംഗ് ആകാനാണ് സാധ്യത, അല്ലാഹു അഅലം. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ആണ് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണിത് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് 13 കാര്യങ്ങൾ പറഞ്ഞു, 12 കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയാണ് അലിമത്ത് നഫ്സും മാ അഹ്തറത്ത്. ഇതിങ്ങനെ കാണുമ്പോഴാണ് അലിമത്ത്, അറിയുക. ആര്? നഫ്സുൻ, ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും. മാ അഹ്തറത്ത്, മാ എന്താണ്? അഹ്ദറ കൊണ്ടുവന്നത്, ഹാജരാക്കിയത്, ഹാദിർ എന്ന് പറയല്ലോ. അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത്, ഓരോ വ്യക്തിയും താൻ എന്താണ് കൊണ്ടുവന്നത് എന്ന് അപ്പോൾ അറിയും. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ വളരെ ഗൗരവമുള്ള ഈ സംഗതികൾ അനുഭവത്തിൽ കാണുന്ന സമയം, ഇതൊക്കെ കണ്ടല്ലോ, അനുഭവിച്ചു. ഇതൊക്കെ അനുഭവിക്കുന്ന സമയം ആർക്കും മനസ്സിലാവും എന്താ എൻ്റെ അടുത്തുള്ളത് എന്ന്, ഞാനെന്താണ് മുമ്പുള്ള ജീവിതത്തിലേക്ക് വേണ്ടി ചെയ്തു വച്ചിട്ടുള്ളത്. നോക്കൂ, ഇതൊരു വല്ലാത്ത ഈ സൂറത്ത് തക്വീറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ ഖിയാമത്തിനെ കുറിച്ചുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും, ഉള്ളിലേക്ക് ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ സൂറത്ത് ഖുർആൻ സത്യത്തിൽ ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന, മനുഷ്യൻ്റെ അശ്രദ്ധയിൽ നിന്ന് അവനെ ഉണർത്തുന്ന ഒരു സാധനമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതാണ് ഖുർആൻ്റെ ലക്ഷ്യം. അല്ലാതെ ഖുർആൻ ഒരു സയൻസ് ബുക്കൊന്നും അല്ലല്ലോ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ?
അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന ഒരുപാട് ഒന്നാമത്തെ രംഗം പറഞ്ഞത് ഈ പ്രപഞ്ചം തന്നെ എന്താണ് നശിച്ചു പോകുകയാണ്. അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ 4 രംഗങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ശരിക്കും വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ രംഗം പ്രപഞ്ചത്തിൻ്റെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥകളൊക്കെ തകരുക എന്നുള്ളതാണ്. പ്രാപഞ്ചിക വ്യവസ്ഥകളൊക്കെ തകരുക, അതാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇദശംസു കുവിറത്ത് എന്ന് പറഞ്ഞത്, വ ഇദൻ നുജൂമുൻ ഖദറത്ത് എന്ന് പറഞ്ഞത്, അതുപോലെ വ ഇദൽ ജിബാലു സുയിറത്ത് എന്ന് പറഞ്ഞത്. പ്രപഞ്ചത്തിലുള്ള ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതെന്താവും? തകർന്നു പോകും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അല്ലാത്ത, അതാണ് കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹഹു. അള്ളാഹു അല്ലാത്ത എല്ലാം എന്താവും? തകരും. ഒന്നും ഉണ്ടാവില്ല, ഒക്കെ തകർന്നു പോകും. അതാണ് രണ്ടാമത്തെ രംഗം. മനുഷ്യൻ്റെ ഭൗതികമായ പ്രെഫറൻസുകൾക്ക് വ്യത്യാസം വരികയാണ്. ഭൗതികമായി നമുക്ക് ഓരോ പ്രെഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് തേർഡ് പ്രിഫറൻസ് ഉണ്ട്. ഇതിനൊക്കെ എന്താവും? ഈ പ്രിഫറൻസ് നഷ്ടപ്പെടും. നമുക്കാരും കണ്ടാൽ മനസ്സിലാവില്ല. മോന് വാപ്പാക്ക് മക്കളെ മനസ്സിലാവില്ല, മക്കൾക്ക് വാപ്പാനെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ വൈദൽ ഇഷാറു എത്തിലത്ത് എന്ന് പറഞ്ഞത് ആ പ്രിഫറൻസ് പോയാലാണ്. അതുവരെ ഇഷാർ ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു, മനസ്സിലല്ലേ? ആ പ്രിഫറൻസ് നഷ്ടപ്പെടലാണ് വൈദൽ വഹൂശു ഹുശിറത്ത് എന്ന് പറഞ്ഞത്. അതുവരെ സിംഹവും മാനും കണ്ടാൽ എന്തായിരുന്നു? ഇതിനെ പോയി. അതാണ് രണ്ടാമത്തെ രംഗം, മനസ്സിലായില്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മൂന്നാമത്തെ രംഗം ഹിസാബ് തുടങ്ങുകയാണ്. അതാണ് വൈദൻ നുഫൂസു സുവ്വിജത്ത്. ഹിസാബ് നടക്കണമെങ്കിൽ എന്ത് വേണം? ശരീരവും ആത്മാവും കൂടണമല്ലോ. അതാണ് വൈദൻ നുഫൂസു സുവ്വിജത്ത് വൈദൽ മൗഊദത്തു സുഇലത്ത് എന്ന് പറഞ്ഞത്, മനസ്സിലായി? ഏറ്റവും അവസാനത്തെ രംഗം എന്ന് വെച്ചാൽ വസ്തുതകൾ വെളിപ്പെടുകയാണ്. വസ്തുതകൾ വെളിപ്പെടുക, അതാണ് വൈദ സഹഫു. എന്നിട്ട് അവസാനം പറഞ്ഞല്ലോ വൈ സഹഫു നുഷിറത്ത്, ഓരോരുത്തർ തുറന്ന് വായിക്കുകയാണ്, അപ്പോൾ ആ വസ്തുതകൾ കാണുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞല്ലോ അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത്. മനസ്സിലായില്ലേ? ആ വസ്തുതകൾ വെളിപ്പെടുക, അതിൽപ്പെട്ടതാണ് മറ്റതും. എന്ത് വൈദ സമാ കുഷിത്തത്ത് എന്ന് പറഞ്ഞ്, ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. വെളിപ്പെടുകയാണ്. ഭയങ്കരമായ സംഗതികളാണ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഞാനീ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വായിച്ചു നോക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഇത് സംഭവിക്കാനുള്ളതായി പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം വീക്ഷിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെ നാം
അതിലെ തെറ്റും ശരിയും നമ്മളിങ്ങനെ വേർതിരിച്ച് വീക്ഷിച്ച് തെറ്റുകളെ മാറ്റി ശരികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തേത്, ഒരു കാരണവശാലും ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്. ദുൽമ് വരാൻ പാടില്ല. കാരണം ദുൽമ് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായ? ഒരാളെ നമ്മൾ ആക്രമിച്ചാൽ അത് എന്ത് തരം അക്രമമായാലും ശരി നമ്മളെ വിടൂല, അള്ളാഹു വിടൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൊണ്ടായാലും നോട്ടം കൊണ്ടായാലും എന്തുകൊണ്ടായാലും ദുൽമ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ മനസ്സിലായാലും എന്താ ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. ഈ ദുനിയാവ് എത്ര ശക്തമാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും അതെന്താവും? തകരും, നശിക്കും. ഇവിടുത്തെ ഏറ്റവും ശക്തിയുള്ളത് പർവ്വതങ്ങൾ, അതുപോലും എന്താണ്? തകരുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തകരുന്ന സാധനങ്ങളിൽ നമ്മൾ വല്ലാതെ പ്രതീക്ഷ വെക്കരുത്. തകർന്നു പോണ സാധനങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷ വെക്കും? ഇല്ലല്ലോ, വെക്കരുത്. പക്ഷെ നമ്മൾക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി നമ്മൾ അറിയണം, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രഹസ്യവും പരസ്യവും എന്താക്കണം? നന്നാക്കാൻ ശ്രമിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കാം, നമ്മുടെ പേജ്, നമ്മുടെ ബുക്ക് നിവർത്തുമ്പം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എൻ്റെ ബുക്ക് നിവർത്തി ഞാൻ വായിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുകയാണെങ്കിലും ഒക്കെ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്നൊരു ഓർമ്മ, ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാണ് സൂറത്തു തക്വീർ ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കേണ്ടത്. അല്ലാഹു തആല കൂടുതൽ മനസ്സിലാക്കാനും പഠിച്ചത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.